അവളെന്റെ അനിയത്തിയാണെന്നുള്ള കാര്യമൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ നീ അവളെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാ. ഒരു പെണ്ണിനും ഇത്ര അഹങ്കാരം പാടില്ല. നിന്നെ പോലെ ഒരു പയ്യനെ കിട്ടാൻ വേണ്ടി ഇവിടെ പെണ്ണുങ്ങൾ കാത്തിരിക്കുക. അപ്പോഴാ അവളുടെ ഒരു അഹങ്കാരം. നീ അവളോട് സോറി പറയണം പോലും. ഇതൊക്കെ ഇത്തിരി കൂടുതലല്ലേ? അവൾ ഇനി 10 ജന്മം ജനിച്ചാലും നിന്നെ പോലെ ഒരു പയ്യനെ കിട്ടാൻ പോകുന്നില്ല. എന്നിട്ട് നീ പോയി അവളോട് സോറി പറയുന്നത് ശരിയാണോ? എന്താ അതിന്റെ അർത്ഥം? അല്ല, നമുക്കൊന്നും റെസ്പെക്ട് ഇല്ലേ? വെറും പെണ്ണായ അവളോട് വേദം എന്തിനാ സോറി പറയുന്നത്? എനിക്കിതൊന്നും ഒരു താല്പര്യമില്ല വേദം. ഈ ബന്ധം കല്യാണം വരെ എത്തേണ്ട ഒരാവശ്യമില്ല. വേദം എന്തായാലും അവളോട് സോറി പറയരുത്. അതിലെനിക്ക് തീരെ താല്പര്യമില്ല വേദം. അത് ഞാൻ അവളോടും പറഞ്ഞതാ. എന്തൊക്കെ വന്നാലും നീ അവളോട് സോറി പറയില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞു. ഇതിനു വേണ്ടി എന്ത് ഡിമാൻഡ് അവൾ ഇട്ടാലും നമ്മൾ അത് സമ്മതിക്കില്ല. ഞാൻ അവളോട് പറഞ്ഞത് ശരി തന്നെയല്ലേ വേദം? ഞാനിതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഈ ഹോട്ടലിൽ ഇനി നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. അല്ല വേദാന്ത്, പുറത്ത് ലോക്ക്ഡൌൺ ആണല്ലോ. പുറത്തിറങ്ങിയാൽ എങ്ങോട്ടും പോകാൻ പറ്റില്ല. എന്നിട്ടും പറഞ്ഞൊന്നും കേട്ടില്ല. നിനക്ക് നിന്റെ അനിയത്തിയോട് എത്ര ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എന്റെ ഏട്ടത്തിയോട് എനിക്ക് ഒരുപാട് ഇഷ്ടം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും മാറി നിൽക്കുന്നത് മാറ്റി നിർത്തുന്നത് ശരിയല്ല. വേദാന്ത് മേനോന്റെ കൂടെ റൗഡി ബേബി എന്നൊരാളും കൂടെ ഉണ്ടെന്ന് പറ. ഇങ്ങനെ ഓരോ കീറാമുട്ടി പരിപാടികളൊന്നും ഇവിടെ വർക്കാവില്ല. ഒന്ന് വന്ന് സോറി പറയാൻ പറഞ്ഞപ്പോ അവളുടെ ദേഷ്യം അവളുടെ കയ്യിലിരിക്കട്ടെ. അവളുടെ മുന്നിൽ ഇനി താഴാൻ പറ്റില്ല. അവൾക്ക് പറ്റുമെങ്കിൽ എന്നോടൊന്ന് സോറി പറയട്ടെ എന്ന് പറഞ്ഞ് ഒരൊറ്റ പോക്ക. ഇറങ്ങിപ്പോയിന്നോ? എങ്ങോട്ട്? ആർക്കറിയാം റൗഡി കൊച്ചേ. അങ്ങനെ എവിടേക്കാ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പറയില്ലല്ലോ. എന്റെ ചേട്ടൻ ഭയങ്കര സെൽഫിഷാണ്. ഞങ്ങള് പോവണ്ടെന്ന് പറഞ്ഞിട്ടും ചേട്ടൻ വാശി പിടിച്ച് ഇറങ്ങിപ്പോയതാ. ഈ ടൈമിൽ പുറത്തു പോകുന്നത് റിസ്ക് അല്ലേ സിദ്ധാർത്ഥ്? അവളിപ്പോ എങ്ങോട്ടാ പോയേ? അവൾ ഇറങ്ങിപ്പോയിന്നാ തോന്നുന്നത്. ഇപ്പൊ എന്തായാലും റോഡിലെത്തി കാണും. ബാക്കിയുള്ളവർ പറയുന്നത് അനുസരിക്കാറില്ലല്ലോ. ഇതാ എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നേ. ഇവളുടെ ഉദ്ദേശം എന്താ? ഞാൻ ചോദിക്കട്ടെ. അതുകൊണ്ടാ എനിക്ക് അവനോട് ഒരുപാട് ദേഷ്യം. നാട്ടുകാരുടെ കാര്യം നോക്കാൻ സമയമുണ്ട്, സ്വന്തം കാര്യം നോക്കാൻ മാത്രം സമയമില്ല. ഞാനേ റൗഡി ബേബി. ഇതിലിത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് സോറി പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കാര്യമൊക്കെ നടക്കുമായിരുന്നു. നിനക്കെന്നോട് വലിയ പ്രേമൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ട് ഇതാണോ നീ എന്റെ സ്നേഹത്തിന് തരുന്ന വില? നീ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും അപ്പൊ തന്നെ ആൻസർ തരാനൊന്നും പറ്റില്ല. ഇതൊക്കെ ഞാൻ പ്രപ്പോസ് ചെയ്ത സമയത്ത് നീ ചിന്തിച്ചിരുന്നില്ലല്ലോ. ഇതൊക്കെ അപ്പൊ ആലോചിക്കണായിരുന്നു. ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോ എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചിരുന്നല്ലേ? അന്ന് ഇല്ലാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവായിരുന്നോ? എന്നിട്ട് ഇപ്പോഴാണോ പറ്റില്ല എന്ന് പറയുന്നത്? അത് വേറെ ഇത് വേറെ. എനിക്ക് നിന്നോട് പ്രണയം ഉണ്ടായിരുന്നപ്പോഴല്ലേ നീ എന്നെ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ എനിക്ക് നിന്നെ വേണമായിരുന്നു.
താജ്മഹലിന്റെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞ കണ്ടീഷൻസിന് നീ ഓക്കെ പറഞ്ഞില്ലേ? അപ്പൊ നിനക്ക് എന്നെ വേണമായിരുന്നു. ഇപ്പൊ ബോറടിച്ചല്ലേ? അതുപോലെ തന്നെ എന്റെ അച്ഛനെ അമ്മയും നീ നന്നായി നോക്കുമല്ലോ? തീർച്ചയായിട്ടും ഞാൻ നോക്കും. എന്റെ അഹങ്കാരവും വാശിയും ഒക്കെ നീ സഹിക്കുമല്ലോ? ഇത്രയൊക്കെ സഹിച്ചില്ലേ, ഇനി സഹിക്കാതിരിക്കോ? എന്നോട് ദേഷ്യപ്പെടാൻ പാടില്ല, എന്നെ പേടിപ്പിക്കാൻ പാടില്ല, എന്നെ ഇൻസൾട്ട് ചെയ്യാനും പാടില്ല. അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഒന്നിന്റെ പേരിലും എന്നോട് വഴക്കുണ്ടാക്കാൻ വരരുത്. യെസ് അമൂല്യ, തീർച്ചയായിട്ടും യെസ്. ഹലോ, ഞാൻ നീയല്ല, നിന്നെ പോലെ സെൽഫിഷും അല്ല. ഞാൻ അന്ന് പറഞ്ഞു തന്നെ ഇപ്പോഴും പറയുന്നത്, നീ എനിക്ക് വളരെ സ്പെഷ്യലാണ്. നീ ഇപ്പൊ ഒന്ന് ഓർത്തു നോക്ക്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. നീ വന്നതിന് ശേഷവും എന്റെ ജീവിതം ഇത്രയും മനോഹരമായത്. ഓരോ നിമിഷവും എനിക്കിപ്പോ സ്പെഷ്യൽ ആയിട്ടാ തോന്നുന്നേ. അതുപോലുള്ള പ്രഷ്യസ് മൊമെന്റ്സ് എനിക്ക് ജീവിതകാലം മുഴുവനും വേണം. ഇങ്ങനെ സ്പെഷ്യൽ മൊമെന്റ്സ് ഉണ്ടാവണമെങ്കിൽ ഓരോ നിമിഷവും നീ എന്റെ കൂടെ തന്നെ വേണം. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഇനി എന്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഞാൻ നിന്നെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ പോലെ ഒരാളെ കിട്ടാൻ ഞാൻ എന്ത് പുണ്യ ചെയ്തെന്ന് എനിക്കറിയില്ല. അതിന്റെ പേരിൽ എത്ര പെൺകുട്ടികളുടെ ശാപം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വേണമെങ്കിൽ നീ ഓർത്തു നോക്കാം. എത്ര പെൺകുട്ടികളുടെ ഹൃദയത്തിലെ ഇപ്പൊ മുറിവുണ്ടായിരിക്കുന്നത്. ഞാൻ നിന്നെ പ്രണയിച്ചതുകൊണ്ട് ആ ശാപം എന്തായാലും എനിക്ക് കിട്ടും. എല്ലാരും പഴിക്കാൻ പോകുന്നത് എന്നെ മാത്രമായിരിക്കും. എന്നെ ആയിരിക്കും എല്ലാരും കുറ്റം പറയുന്നത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുട്ടിയെ വേദാന്ത്. ഇതൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ എനിക്ക് പറ്റില്ല. നീ ഇത്ര നല്ലവനായത് എന്തിനാ? അല്ലായിരുന്നെങ്കിൽ എന്റെ ശത്രുക്കളുടെ എണ്ണമെങ്കിലും കുറഞ്ഞേനെ. വന്നു. എന്താ? ഓർമ്മ വന്നു. ഓ, ഓർമ്മ വന്നേ ഉള്ളൂ. അപ്പൊ നീ ഇതൊക്കെ മറന്നായിരുന്നോ? അയ്യോ, എന്റെ ഗുരുവായൂരപ്പ ഒന്ന് നിർത്തുന്നുണ്ടോ നീ? നീ എന്തിനാ ഞാൻ പറയുന്നതിനൊക്കെ തറുതല പറയാൻ നിൽക്കുന്നേ? ആ ആംഗിളിലൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നീ ഒന്ന് പോയേ വേദാന്ത്. എന്തിനാ നീ എൻഗേജ്മെന്റ് വേണ്ടാന്ന് പറഞ്ഞത്? നീ എന്തിനാ വേണ്ടാന്ന് പറഞ്ഞേ? നിനക്ക് വേണ്ടാന്ന് പറഞ്ഞോണ്ട് ഞാനും പറഞ്ഞു. എന്നുവെച്ചാ നിനക്ക് നടത്തണമെന്നല്ലേ? അപ്പൊ നിനക്ക് നടത്തണമെന്നില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാന്നാ. അത് നിനക്കാ ഹെഡ് വെയിറ്റ്. നീ ഒരു ബിസിനസ്സുകാരനാണെന്നുള്ള അഹങ്കാരം. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ നിന്നെ സ്നേഹിച്ചത് ഇതുപോലെ വഴക്കുണ്ടാക്കാനല്ല. എനിക്ക് നിന്നോട് വഴക്കുണ്ടാക്കാൻ ഒരു താല്പര്യമില്ല. അത് നീ മനസ്സിലാക്ക. അത് നീയാ മനസ്സിലാക്കട്ടെ, ഞാനല്ല. നിന്റെ തീരുമാനം എന്താ? ഞാനും അതാ ചോദിക്കുന്നേ. നിന്റെ തീരുമാനം എന്താ? Fine, I'm sorry. എനിക്ക് അല്ലെങ്കിൽ തന്നെ ബുദ്ധിയില്ല. നിന്റെ അത്രയും ബോധമില്ല. ഞാൻ ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ നീ എന്തിനാ അത് സീരിയസ് ആക്കി എടുക്കുന്നത്? എനിക്ക് നിന്നെ വിട്ടുകളയാൻ പറ്റില്ല. ഐ ലവ് യു. എനിക്കും അങ്ങനെയാ. സ്വല്പം ദേഷ്യം കൂടുതലാന്നുള്ളൂ. അത് നിനക്കും അറിയുന്ന കാര്യമല്ലേ? അത് മനസ്സിലാക്കി ഞാൻ പറയുന്ന കേട്ട് നിനക്ക് മിണ്ടായിരുന്ന എന്താ? അതിപ്പോ എനിക്ക് മനസ്സിലായി. പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയില്ലേ? എനിക്കും അതെ, സ്വല്പം ലേറ്റ് ആയി പോയി. നീ എന്നെ വിട്ടെങ്ങും പോയില്ലല്ലോ അല്ലേ? എൻഗേജ്മെന്റ് വേണ്ടെന്നൊന്നും ഇനി പറഞ്ഞേക്കില്ലല്ലോ? ഞാൻ എന്തിനാ വേണ്ടാന്ന് പറയുന്നേ? ഇതിനു വേണ്ടി തന്നെയല്ലേ നമ്മൾ ഇത്രയും നാളും കാത്തിരുന്നേ. അങ്ങനെയാണോ? പിന്നെന്തിനാ?
ഞാൻ തന്നെ സോറി പറയണമെന്ന് വാശി പിടിച്ചത്. ആര്? ഞാനോ? നീയല്ലേ? നീ എന്തിനാ വിക്കി ചേട്ടനോട് പോയി ഞാൻ വന്ന് സോറി പറയണമെന്ന് പറഞ്ഞത്? വാവ്, എക്സ്ക്യൂസ് മീ, ഞാനോ? വാട്ട് യു സേയിങ്? ശരിക്കും സിദ്ധാർത്ഥനോട് നീയല്ലേ സോറി പറയാൻ പറഞ്ഞു വിട്ടത്? ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നീ എന്തിനാ ലോക്ക്ഡൌൺ ആണെന്ന് അറിഞ്ഞിട്ട് ഇവിടുന്ന് പോവാൻ നിന്നെ? ഹലോ, നീ ഇവിടുന്ന് ഇറങ്ങി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ തടയാൻ വന്നത്. ഞാനോ? അങ്ങനെയാണെങ്കിൽ എന്തോ എവിടെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നല്ലോ. എന്തൊരു അഹങ്കാര കാണിക്കുന്നെന്ന് കണ്ടില്ലേ? നീ അവളോട് സോറി പറയണം പോലും. എന്റെ ചേട്ടൻ റൗഡി കൊച്ചിനെ മനസ്സിലാക്കിയിട്ടേയില്ല. എന്നിട്ട് നീ പോയി അവളോട് സോറി പറയുന്നത് ശരിയാണോ? എന്താ അതിന്റെ അർത്ഥം? റൗഡി കൊച്ചിന്റെ സ്നേഹം മനസ്സിലാക്കാനുള്ള കഴിവൊന്നും അവന് വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഇത് നമ്മുടെ വിക്രാന്തും സിദ്ധാർത്ഥും കൂടെ ഒപ്പിച്ച പണിയാ. ഓ, ഇപ്പൊ മനസ്സിലായി. ഇത് അത് തന്നെയാ. ശരിയാണ് ബോസ്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഞങ്ങളുടെ ഐഡിയ. ഇവരൊക്കെ നമുക്ക് വേണ്ടി ഇത്രയും ചെയ്തല്ല മൂല്യ. തിരിച്ച് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇവര് വേറെന്ത് ചെയ്യാനാ വേദം? ഞാൻ മറ്റെന്തൊക്കെയാ പ്രതീക്ഷിച്ചത്, പക്ഷെ ഇവിടെ വേറെ എന്തൊക്കെയോ സംഭവിക്കുന്നേ. ഇത്തവണ അവരുടെ വഴക്ക് പാച്ചപ്പ് ആയെന്ന് തോന്നുന്നു. കല്യാണം എന്തായാലും മുടങ്ങുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ചെയ്ത് ഇവരുടെ കല്യാണം മുടക്കിയേ പറ്റൂ. മുത്തശ്ശിക്ക് എന്നെ പറ്റി അറിയാലോ. ഞാൻ മനഃപൂർവ്വം ആരുടെങ്കിലും വഴക്കുണ്ടാക്കോ? മുത്തശ്ശി, അത് വിശ്വസിക്കരുത്. ഞങ്ങളുടെ രണ്ടുപേരിലും ഞാനാ പാവുന്ന മുത്തശ്ശിക്ക് അറിയാലോ. ഡാർലിംഗ്, വേഗം തീർത്തുക. ഇവർ രണ്ടുപേരും ഈ കാര്യം പറഞ്ഞുകൊണ്ട് വിഷയം വലുതാക്കും. അല്ല, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായി അപ്പൊ തന്നെ വഴക്കുണ്ടാക്കാൻ ഇരിക്കുകയാണോ നിങ്ങൾ? ഇനിയും വഴക്കുണ്ടാക്കിയാൽ നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഉള്ളിടത്ത് ഇങ്ങനെ വഴക്കും പിണക്കും ഒക്കെ ഉണ്ടാവും കുട്ടികളെ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് വഴക്കുണ്ടാക്കാറുണ്ടല്ലോ. ആ പറഞ്ഞത് പോയിന്റാ മുത്തശ്ശി മാഡം. നെക്സ്റ്റ് ടൈം ഇവര് ഭാര്യമാരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഞാൻ മുത്തശ്ശിക്ക് ഒരു വീഡിയോ എടുത്ത് അയച്ചു തരാം. ആദ്യം ഈ പൊട്ടനെ നിങ്ങൾ ഇവിടുന്ന് മാറ്റാൻ നോക്ക്. മുത്തശ്ശി, ഞങ്ങളിവിടെ ലോക്ക്ഡൌൺ ആയിട്ട് ശരിക്കും എൻജോയ് ചെയ്യാട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി ഉടനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ. ഇന്നൊരു ദിവസം കൂടി വെയിറ്റ് ചെയ്യേ. ശരി മുത്തശ്ശി, ശ്രദ്ധിക്കണേ. ടേക്ക് കെയർ. ചേട്ടാ, നിങ്ങളുടെ എൻഗേജ്മെന്റ് ഏർപ്പാടുകളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇതിന് മുൻകൈ എടുക്കുന്നതേ ഞാനാ. കൺഗ്രാറ്റ്സ് വിക്കി ചേട്ടാ. വെറുതെ വിഷ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല റൗഡി കൊച്ചെ. അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്നാവോ? ഇവിടെ മാൻ പവർ കുറവാണെന്ന് അറിയാലോ. ഉം. നിങ്ങളുടെ എൻഗേജ്മെന്റ് ആണെങ്കിൽ തന്നെ ഡെക്കറേഷൻസിന് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളും കൂടെ വേണം. നീ പറഞ്ഞത് ശരിയാളിയാ. ഇവരെ രണ്ടുപേരെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ചെയ്യണം, അല്ലെങ്കിൽ ഇവർ വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങും. പറ്റില്ല എന്ന് മാത്രം പറയരുത് ബോസ്. ബോസ് വന്നില്ലെങ്കിൽ ബോസ് ചെയ്യേണ്ട പണിയും കൂടി ഇവരെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു പണിക്കുമില്ല. സംസാരം കുറച്ച പണി വേഗം തീർക്കാം. ഡെക്കറേഷൻസ് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ സൈഡ് കൊടുക്കാം. ഡാപ്പൊട്ട, താനാണ് എൻട്രൻസ് നോക്കേണ്ടത്. അളിയ, സ്വിമ്മിംഗ് പൂളും റെസ്റ്റിംഗ് ഏരിയയും അളിയന്റെ. ഞാനും ചേട്ടനും കൂടെ റൂംസും ഹോൾസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാം. റൗഡി കൊച്ച് ഓവറോൾ എല്ലാം നോക്കിയിട്ട് കറക്ഷൻസ് പറഞ്ഞാൽ മതി. അച്ഛൻ നന്നായിട്ട് റെസ്റ്റ് എടുക്കട്ടെ. അതെന്തായാലും കൊള്ളാം. സാധനങ്ങളൊക്കെ ഇപ്പൊ വരും. നിനക്കുള്ളതെല്ലാം റെഡിയാ. എല്ലാവരും വേഗം പോയി ജോലികൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. നാളത്തേക്ക് എല്ലാവരും റെഡി ആയിക്കോ. സുമേഷ് ഓൾറെഡി ഓൺ ഡ്യൂട്ടി ബോസ്. നിങ്ങൾ
നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പലതും ചെയ്യാനുണ്ട്. അത് നിങ്ങൾ രണ്ടുപേരും ചോദിച്ചിട്ടല്ല, ഞാനായിട്ട് ചെയ്യേണ്ട ഒരുപാട് ഒരുക്കങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ ഈ എൻഗേജ്മെന്റ് ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല. അത് മാത്രം എന്റെ ടാർഗറ്റ്. എല്ലാവരും ഇത്രയധികം സന്തോഷിക്കുമ്പോ അഹല്യ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നുപോയി. നിങ്ങളുടെ ഈ സന്തോഷം കണ്ണീരിലേക്ക് മാറാൻ അധികം സമയമൊന്നും വേണ്ട. നിങ്ങൾ രണ്ടുപേരും വളരെയധികം ബുദ്ധി ഉപയോഗിച്ചല്ലേ ഇതൊക്കെ നേടിയെടുത്തത്. നിങ്ങളുടെ ബുദ്ധി ഇപ്പൊ റോക്കറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ പ്ലാൻ എന്തായാലും നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. വേറെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാ തോന്നുന്നേ. ഞാനും കേട്ടു. ഒന്നും മിണ്ടണ്ട, എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഞങ്ങളെ കുറിച്ച് താൻ എന്താണോ വിചാരിച്ചത് പൊട്ട? വിക്രാന്ത് മേനോനും സിദ്ധാർത്ഥും കൂടെ ചേർന്ന് കഴിഞ്ഞാ ഈ ലോകത്ത് പിന്നെ ഇമ്പോസിബിൾ ആയിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. വഴക്കുണ്ടാക്കി 2 ഗ്രഹത്തിലിരുന്നവരെയാ ഒന്നിപ്പിച്ച് നാളെ കല്യാണം കഴിക്കാനുള്ള അവസ്ഥയിൽ എത്തിച്ചത്. ഇതിനെയാണോ പൊട്ട കപ്പാസിറ്റി എന്ന് പറയുന്നത്? ഞങ്ങളും പ്രേമിച്ച് കല്യാണം കഴിച്ചവർ തന്നെയാണല്ലോ. എന്തായാലും കൊള്ളാളിയാ. നമ്മള് പറഞ്ഞതൊക്കെ അവർ ഇത്ര പെട്ടെന്ന് വിശ്വസിച്ചല്ലോ. രണ്ടുപേരും മന്ദബുദ്ധികളാ. എന്താ പെട്ടെന്ന് സൈലന്റ് ആയി പോയത്? ഓവർ ബിൽഡപ്പ് എന്നുള്ള കാര്യം സ്വയം മനസ്സിലായതാ തോന്നുന്നേ. നീ ഒന്നും മിണ്ടാതിരിക്കോ? അല്ല, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി സെലിബ്രേറ്റ് ചെയ്യേണ്ട സമയത്ത് സൈലന്റ് ആവുന്നത് ശരിയാണോ? ഞാൻ ഒരു കാരണവശാലും ഈ സമയത്ത് മിണ്ടാതിരിക്കില്ല. വിക്കി ബോസ്, ഇത് ചെയ്തത് നിങ്ങൾ രണ്ടുപേരും അല്ല. ഇതെല്ലാം ആദ്യ മേഡത്തിന്റെ ഐഡിയ അല്ലേ? ഫുള്ള് ക്രെഡിറ്റ് അവൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അവള് വെറുതെ ഐഡിയ മാത്രല്ലേ തന്നിട്ടുള്ളൂ. ഈ ഞങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്തേ. ശരിക്കും ഞങ്ങൾ പറഞ്ഞൊന്നല്ല, അവർ തിരിച്ചു പറഞ്ഞത്. എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്ത് അതൊക്കെ ഇങ്ങനെ ആക്കിയത് ഞങ്ങളാ. ഞാൻ പറയാവുന്നതൊക്കെ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. ആര് പറഞ്ഞാലും അവൾ അനുസരിക്കാൻ പോകുന്നില്ല. നീ പറഞ്ഞതുപോലെ അവളുടെ അഹങ്കാരം കൂടിയിട്ടുണ്ട്. എന്റെ ചേട്ടന് കുറച്ച് ദേഷ്യം കൂടുതലാ. നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല. വെറുതെ അവൾ അഹങ്കാരം കാണിക്കുന്നതാ. ഇതൊരു ചെറിയ കാര്യമില്ലേ വേദാന്ത്? ഇത്രയും വലുതാക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി എത്ര ജന്മം എടുത്താലും ശരി, നിന്നെ പോലെ ഒരു പയ്യൻ അവൾക്ക് കിട്ടാൻ പോകുന്നില്ല. എന്നിട്ട് നീ പോയി അവളോട് സോറി പറയണമെന്ന് അവള് പറയുന്നത് അത് ശരിയാണോ? സത്യം പറയുകയാണെങ്കിൽ എന്റെ ചേട്ടന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവൻ ആ റോബോട്ടിനെ പോലെയാ, ടെർമിനേറ്റർ. ആരുടെ ഫീലിങ്സ് മനസ്സിലാവില്ല. അവൻ മനസ്സുകൊണ്ട് ഇപ്പോഴും ആ പഴയ ആള് തന്നെയാണ്. എനിക്കിതൊന്നും വലിയ താല്പര്യമില്ല വേദാന്ത്. ഈ ബന്ധം കല്യാണത്തിൽ എത്തിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. റവടി കൊച്ചു വന്നോണ്ടാ ഇപ്പൊ അവന് പെൺകുട്ടികളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമൊക്കെ ഉള്ളത്. ശരിക്കും നിങ്ങളിപ്പോ അങ്ങനെ ചെയ്തത് നന്നായി. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്തായേനെ?